ചേച്ചി എപ്പോഴും അമ്പലത്തിൽ പോയേ? എന്നെ വിളിച്ചില്ല. ചേച്ചി എന്താ കണ്ടിട്ട് മിണ്ടാതെ പോന്നെ? കൊച്ചുകുട്ടിയാണെങ്കിൽ ഒരാളിവിടെ നിൽക്കല്ലേ, എന്ത് ചെവി വെക്കത്തില്ലേ? ചേച്ചി ചേച്ചി ഏതമ്പലത്തിലാ പോയേ? കുളിച്ചോ നോക്കിയതാണല്ലേ? ചന്ദനം മാത്രമേ ഉള്ളൂ, കഴിക്കുന്ന പ്രസാദമൊന്നും ഇല്ല? അവിലോ പഴോ ഒന്നുമില്ല? എന്തോന്നും മിണ്ടാത്തേ? ചേച്ചി ചേച്ചി, ഞാൻ ചേച്ചിയെടുത്ത് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചേ, എന്നിട്ട് ചേച്ചി ആൻസർ ഒന്നും പറഞ്ഞില്ലല്ലോ. ചേട്ടാ, ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ട് ചേച്ചി ആൻസർ പറയുന്നില്ല. ആൻസർ പറയാൻ ഞാനാണെങ്കിൽ രാവിലെ ചേച്ചി ഇവിടുന്ന് അമ്പലത്തിൽ പോയ സമയത്ത് വിളിച്ചായിരുന്നു. ചേച്ചിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിട്ടൊരു പോക്കങ്ങ് പോവുകയും ചെയ്തു. എന്ത് പറ്റി ചേച്ചി? എന്തെങ്കിലും മൂഡ് ഓഫോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറ. എന്തരി എനിക്കൊന്നും അറിഞ്ഞൂടാ. സംഭവം തരി. സംഭവം എന്താന്ന് എനിക്കറിയത്തില്ല. ഒരു കൊച്ചു നേരം വെളുത്തപ്പോ ഇവിടുന്ന് അമ്പലത്തിൽ പോയതാ, ഇതുവരെ വന്നില്ല. എടാ, നീ ഒന്ന് വിളിച്ചു നോക്കിയേ ലച്ചുനെ. ലച്ചേച്ചി ഇതിന്റെ അകത്താ. വന്നോ? ആ വന്നായിരുന്നോ? എന്റെ കൊച്ചെ, അമ്പലത്തിൽ പോയി ഇരിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ. ഇത്രയും താമസിക്കാന്നെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? വിളിച്ചു പറയാനേ ചേച്ചി ഫോൺ കൊണ്ടുപോയില്ല. അയ്യോ, ഫോൺ കൊണ്ടുപോയില്ലയോ? അത് വലിയ അത്ഭുതമാണല്ലോ. സാധാരണ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ സെൽഫി, ഇങ്ങനെ സെൽഫി, ഇങ്ങനെ സെൽഫി, എന്നിട്ട് അപ്പൊ തന്നെ അവിടെ വെച്ച് എന്തോടെ പോസ്റ്റിലിടുവോ? എന്താ സ്റ്റാറ്റസും പോസ്റ്റും. ആ, അത് ഇട്ടോണ്ടിരിക്കാന്നല്ലോ. എന്ത് പറ്റി ഫോൺ കൊണ്ടുപോകാതെ പോയത്? லிச்சு உனக்கு டீ எடுக்கட்டா? இப்ப போட்ட டீ கொஞ்சம் டிக்கேஷன் ஜாஸ்தி. லிச்சு வேற டீ வேணுமா? അയ്യോ, ചോദിച്ചതും പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ പോയത് കേട്ടോ. ആ അതെന്നെ? അമ്മൂമ്മേ, ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. എന്തോ പറ്റിയിട്ടുണ്ട്. അയ്യോ, എന്ത് പറ്റാനാ? ഇനിയിപ്പം കുഴപ്പമുള്ള സിദ്ധുളിയൻ എവിടെയെങ്കിലും ഒളിച്ചോടി പോയി കാണുമോ? டேய் கேசு, அப்படியெல்லாம் சொல்லாதடா, அப்படியெல்லாம் இருக்காது. നാട് കടന്ന് കാണുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ஓ, அதெல்லாம் இருக்காதுடா. இது வேற ஏதோ பிரச்சனை. நான் நினைக்கிறேன் இந்த பாரு ஏதோ செஞ்சிருப்பான்னு. പാറു, നീ വല്ലതും പറഞ്ഞായിരുന്നോ? ലച്ചുവിനെ വേറെ ആരെന്ത് പറഞ്ഞാലും ലച്ചുവിന് ഒരു പ്രശ്നമില്ല. പക്ഷെ പാറു വല്ലതും പറഞ്ഞ ഭയങ്കര വിഷമാ. പറയടേ, പാറുവെ പറഞ്ഞോ? സത്യം പറ, എന്തരേ പറഞ്ഞ നീ? എന്റെ ചേട്ടാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തായിരിക്കും കാര്യം? லிச்சு உனக்கு தண்ணி தேவையா இருந்ததா? என்கிட்ட கேட்டுனா நானே எடுத்து கொடுத்திருப்பேனே. എന്തിന്? തന്നെ എടുത്തു കുടിക്കും. ഒരാളെ കയ്യാളായിട്ട് നിൽക്കുമ്പോഴാണ് എല്ലാത്തിനും മടി വരുന്നത്. അപ്പ മടി ഉണ്ട്, ആ മടി കൂടുമെന്നാണ് അമ്മൂമ്മ ഉദ്ദേശിച്ചത്. പാറുടെ മിണ്ടാരി. ഒന്നാമത്തെ ചേച്ചി രാവിലെ ഭയങ്കര കലിപ്പിലാണ്. ഇനി നീ ചുമ്മാ ആവശ്യമില്ലാതെ എഴുതിയിൽ എണ്ണ ഒഴിക്കല്ലേ? ഇതെന്താ ഉണ്ട് കേട്ടാ? ഇനി ഞാനിപ്പോ പറഞ്ഞതിന് മിനിമം എന്നെ 10 തള്ളക്ക് വിളിച്ചിട്ട് പോണ്ടേണ്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ஐயோ, என்ன இருக்கும்? നമുക്ക് തപ്പാം. ചേട്ടാ, നീ കുഴപ്പമുള്ളതാരെങ്കിലും ആയിട്ട് വഴക്കിട്ട് കാണോ? അതും നമുക്ക് തപ്പാം. ഇരുന്നിരിപ്പിന് പോയാ?
ചേച്ചി ചേച്ചി ഏയ് തപസിരിക്കുകയാണ്. നീ കൊണ്ട് പറയാനുള്ള അങ്ങ് പറഞ്ഞിട്ട് പോകോ. ചേച്ചി ചേച്ചി നാളെ എനിക്ക് പേരൻസ് മീറ്റിംഗാ. ചേച്ചി എൻ്റെ കൂടെ ഒന്ന് വരണം. രാവിലെ തന്നെ വരണ്ട, ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ? മക്കളെ പാറു, നിന്റെ പേരൻസ് മീറ്റിങ്ങിന് മുനികുമാരി എന്നെ വരണമെന്നുണ്ടോ? ഞാൻ വന്നാ പോരെ? ഞാൻ വരാം. ചേട്ടൻ വരണ്ട, ഷൈൻ ചെയ്യുമെന്ന്. ഷൈൻ ചെയ്യാന്? ഞാൻ എന്തിനു ഷൈൻ ചെയ്യാൻ? ചേട്ടൻ അവിടെ വന്നിട്ട് അങ്ങനെ ജാട കാണിക്കും ടീച്ചർമാരുടെ അടുത്ത്. ആടി ശരി, ഇനി നിനക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിന്റെതോ ആ മുനികുമാരി ചേച്ചിയെ വിളിച്ചോണ്ട് പോത്തേ ഉള്ളൂ. ഞാനൊന്നും വരത്തില്ല. ചേച്ചി മിണ്ടായിരിക്കുമല്ലേ? ആ ചേച്ചി മിണ്ടായിരിക്കണം, എനിക്കറിയൂ. എന്ത് നാക്കിറങ്ങി പോയ ചേച്ചി? ചേച്ചി വാദങ്ങളിൽ ശ്രേഷ്ഠമായ വാദം. വാദു ചേച്ചി, വാദം വന്നാ പേപ്പർ താടി. വ്രതങ്ങളിൽ ശ്രേഷ്ഠമായ വ്രതം, വാദം. നിനക്ക് എന്തോന്ന് പറഞ്ഞു? പേരൻസ് മീറ്റിംഗ് അല്ലേ? നിന്റെ പേരൻസ് മീറ്റിംഗിന് ഞാൻ തന്നെ വരും. വ്രതങ്ങളിൽ ശ്രേഷ്ഠമായ വ്രതം മൗനവ്രതം. മൗനവ്രതം? മൗനവ്രതം? ആഹാ, ഞാൻ മൗനവ്രതത്തിലാണ്. ഓ, എന്നെ ശല്യപ്പെടുത്തരുത്. ദേഷ്യം നിയന്ത്രിക്കാൻ മൗനവ്രതത്തിലൂടെ സാധിക്കും. Is it true? ഓഹോ, അപ്പൊ മുയലാളി മൗനവ്രതത്തിലാണ്. ഇതിപ്പം എത്ര മാസം കാണും? ഒറ്റ ദിവസമേ ഉള്ളൂ. അപ്പൊ ഒറ്റ ദിവസം. ശരി ശരി, നല്ല കാര്യം. ചേച്ചി ഒറ്റ ദിവസത്തേക്ക് വേണ്ട, ഒരാഴ്ചത്തേക്ക് നീട്ടി വെക്ക്. അതാവുമ്പോ ഞങ്ങക്ക് മനസ്സമാധാനം കാണും. കണ്ടോ, വ്രതമാന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ നോക്കുന്ന ചേച്ചിയെ കന്നഡത്തിൽ നിർവിളിക്കുന്ന ചേട്ടാ. ചേച്ചിയുടെ ആ ഭാവത്തിന്റെ അർത്ഥം നമ്മളെ കൊണ്ട് തോറ്റെന്ന്. സ്വാഭാവികം. லெச்சு லெச்சு താണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. லெச்சு நீ ஒண்ணுமே சாப்பிடலையே, சாப்பிடவா? என்ன இப்படி சாப்பிட வேண்டாமா? ഐ ലച്ചാച്ചി, ചേച്ചി മൗനവ്രതം എന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ ഉണ്ണാവ്രതം കിടക്കുകയാണ്. സമരാണ് ചേച്ചി. പച്ചവെള്ളം മാത്രം കുടിക്കുന്നല്ലേ? என்னடா വ്രതമാ? ഓ, ലച്ചു ചേച്ചി മൗനവ്രതത്തിലാണ്. വായിച്ചു. അല്ല വേണ്ട, കാര്യമില്ല, ഞാൻ തന്നെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ വ്രതത്തിലാണ്, മൗനവ്രതത്തിലാണ്. എന്നെ ശല്യപ്പെടുത്തരുത്. ദേഷ്യം നിയന്ത്രിക്കാൻ മൗനവ്രതത്തിലൂടെ സാധിക്കും. ஐயோ, அப்படின்னா ஒன்னும் சாப்பிட மாட்டாளா? സാപ്പിട മാട്ടാളാ? സാപ്പിടൂല. അപ്പൊ പിന്നെ എങ്ങനെയാ? വെള്ളം മാത്രം കുടിക്കുന്നു. എനിക്ക് ആദ്യം മനസ്സിലായി. தண்ணி மட்டுமா? ചേച്ചി എത്ര നേരം? ഓ, 3 മണി വരെ. അന്നും ഇന്നും എന്നും. ഈ കൊച്ചിന്റെ കാര്യം. എടി, രാവിലെ ഉച്ചക്ക് വൈകിട്ട് 3 നേരം. அப்படின்னா நைட் ஒன்னும் சாப்பிட மாட்டியா? ഒന്നും കഴിക്കത്തില്ല എന്നിട്ട് കടന്നു പറഞ്ഞു. എന്തിനാ ചേച്ചി വ്രതം എടുക്കുന്നേ? പിന്നെ പറയാന്നാ. ചേച്ചി ഭയങ്കര കഠിന വ്രതമാണല്ലോ. അപ്പൊ ചേട്ടാ എന്തോ സാധിക്കാനുണ്ട്. എല്ലാരടുത്തും പോവാൻ പോ. നിന്റെ അടുത്ത് മാത്രം പോവാൻ. நம்ம எல்லாரும் இங்க இருந்து போலாம், அதான் நல்லது. அவ விரதம் எடுத்திருக்கால, அதனால தெய்வீக விஷயம் நம்ம எல்லாம் டிஸ்டர்ப் பண்ண கூடாது. എന്തായാലും ചിരിക്കണേ? ചേട്ടാ ദൈവികമായിട്ടുള്ള കാര്യം തന്നെ, പക്ഷെ ചേച്ചി എടുക്കുമ്പോ ചിരി വരും. ஐயோ பாரு, அப்படியெல்லாம் சொல்லக்கூடாது, தப்புமா. അതെനിക്ക് അറിയാം ആന്റി. ചേട്ടാ ഇനി എന്തോ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. ഇന്ന് ചേച്ചി ഒന്നും മിണ്ടില്ല, പക്ഷെ നാളെ മിണ്ടുമല്ലോ. അപ്പൊ ഇന്ന് പറയാനുള്ളത് നാളെ പറയാനുള്ളത് കൂട്ടിച്ചേർത്ത് നാളെ അങ്ങ് പറയും. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ചെയ്തല കേൾക്കൂല. അയ്യോ, പോയാ
എവർറി ഇതോണ്ടിരിക്കുന്നു എനിക്ക് ഇരിപ്പുണ്ടോ തപസ്സിരിക്കുക. എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. എന്തിനാ അമ്മൂമ്മ പേടിക്കുന്നേ? ചേച്ചിയുടെ തപസ് നമ്മൾ മുടക്കി കഴിഞ്ഞാൽ ചേച്ചി നമ്മളെ ശപിക്കൂ ഇല്ലല്ലോ. ശപിക്കൂ. ഏച്ചി പോവാൻ മുമ്പ് ഓടുന്നു മകളെ നടയടാ. ഞാൻ ഫ്രണ്ടില്ല നടയടി അങ്ങോട്ട്. കുറച്ച് അപേക്ഷകൾ സമർപ്പിക്കാനുണ്ടായിരുന്നു. സമർപ്പിച്ചോട്ടെ? അമ്മൂമ്മ തന്നെ സമർപ്പിക്ക. വായിച്ചോട്ടെ? വേണ്ട, കൊടുത്തു. ഞാൻ നാളെ പടവലത്ത് പോവും. പണിക്കാര് വരും. അവിടെ കാടും പടലും പിടിച്ചു കിടക്കുകയാണ്. നീ വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പോകാം. എന്തു പറയുന്നു? നമുക്ക് പോയാലോ? കണ്ണാടി എടുത്തില്ല. ഇത് ഇന്നലെ പറഞ്ഞ കാര്യം ആണല്ലോ. ഞാൻ വരുന്നില്ല. പോകുന്നവർക്ക് പോകാം. വന്നാൽ വെറുതെ എന്റെ കയ്യിലെ കാശ് തീരും. ഇത് നേരത്തെ മുൻകൂട്ടി എഴുതി കൂട്ടി വെച്ചിരുന്നല്ലേ? ചേട്ടാ കൊടുക്കാൻ കൊടുക്കാടി കൊടുക്ക. ഇരിക്കട്ടെ. വണ്ടിയിൽ പെട്രോൾ ഇല്ല. ഇന്ന് 1-2 ആവശ്യങ്ങൾക്ക് പോണം. 100-300 രൂപ തരുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. 300 rupees തന്നൂടെ? പൈസ എടുത്ത് വെച്ചേക്കേ. വണ്ടി പൂട്ടി വെച്ചിട്ട് നടന്നു പോയാൽ മതി. സാമ്പത്തികമായ നേട്ടവും ശാരീരികമായി വ്യായാമവും ശരീരത്തിന് ലഭിക്കും. വ്യായാമമല്ല, വ്യായാമം. ശരി, വണ്ടി പൂട്ടി വെച്ചിട്ട് പോവാം. ചേച്ചി നാളെ രാവിലെ ട്യൂഷന് പോകുമ്പോൾ ഫീസ് കൊണ്ടുപോകണം. അത് തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫീസ് ഫീസ് ചേച്ചി, ഞാൻ എഴുതിയത് മാത്രമേ എനിക്ക് വായിക്കാൻ അറിയത്തുള്ളൂ. വേറെ ആരെങ്കിലും എഴുതിയാലേ എനിക്ക് വായിക്കാൻ അറിയത്തുള്ളൂ. ചേട്ടൻ അമ്മൂമ്മ മല പോലെ ഇവിടെ നിൽക്കുവല്ലേ. നിന്റെ ഏത് കാര്യമാണെങ്കിലും അമ്മൂമ്മയോട് പറഞ്ഞാൽ മതി. കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന പൈസ അങ്ങനെയെങ്കിലും ഒന്ന് ചെലവാവട്ടെ. പിന്നെ കെട്ടിപ്പൂട്ടി അങ്ങ് വെച്ചേക്കുമല്ലയോ? എവിടെ കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്നു? നേരം വെളുത്ത് മൗനവ്രതമാണെന്ന് പറഞ്ഞാൽ ഇരുന്നാ മതിയല്ലോ. വേറെ ഒന്നും അറിയണ്ടല്ലോ നേരം. ശരി, ഇനി ഒരാളുടെ കത്തുകൊണ്ടുണ്ട്. കനകാന്റിയുടെയാണ്. കനകാന്റി അടുക്കളയെ പണിയായതുകൊണ്ട് എന്നെ കൊണ്ടാണ് എഴുതിപ്പിച്ചത്. ഞാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പലചരക്ക് കടയിൽ കാശ് കൊടുക്കണം. സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതാണ്. ലച്ചു പകുതി പൈസ തന്നാൽ ബാക്കി പകുതി അമ്മ തരും. പൈസ കൊടുത്തില്ലെങ്കിൽ സാധനമില്ല, സാധനം ഇല്ലെങ്കിൽ ഫുഡില്ല എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ 3 നേരം ചൂടുവെള്ളം മാത്രമേ കുടിക്കൂ. 1-2 ദിവസം എല്ലാവരും ചൂടുവെള്ളം മാത്രം കുടിച്ചാൽ വീട്ടിൽ ഒരു സാധനവും വാങ്ങേണ്ട കാര്യമില്ല. 2 ദിവസം കഴിഞ്ഞ് പൈസ കൊടുക്കുന്ന കാര്യം ആലോചിക്കാം. അതെങ്ങനെ ചേച്ചി ശരിയാവുന്നേ? എനിക്ക് നൂഡിൽസ് ഒക്കെ മേടിക്കണ്ടേ? ചേട്ടാ, ഇത് കഴിഞ്ഞില്ലേ? ഇത് വായിക്ക്.
പ്രമാണം പോലെ ഉണ്ട് എന്നാ വായിച്ചു. എന്തോന്നത് ഇത്രേ കുത്തിരി നേരിയ? എല്ലാരും എന്റെ കൺമുന്നിൽ നിന്ന് പൊക്കോണം. മൗനത്തിന്റെ അഗാധമായ തലത്തിലേക്ക് എത്തുമ്പോൾ പരമോന്നതമായ അനുഭൂതിയിലേക്ക്, പരമാനന്ദത്തിലേക്ക് എത്താനും ഈശ്വരനുമായി ഹൃദയസംവാദം നടത്താനും സാധിക്കും. നാക്കിട്ടളച്ച് മാത്രം ജീവിക്കുന്ന നിങ്ങൾക്ക് മൗനവ്രതത്തിന്റെ വില അറിയില്ല കേട്ടോ. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. പ്രത്യേകിച്ച് കേശു പാറുവയെ വലിച്ചു കീറി ഭിത്തിയിൽ തേക്കും. നമുക്കുള്ള എല്ലാ മറുപടിയും എഴുതി വെച്ചിട്ടുണ്ടോ? ഓഹോ, ശരി. അപ്പൊ പോവാ. കിട്ടാളാ കിട്ടിയില്ലേ? ദാ വരും. லெச்சு இந்த தண்ணி சூடு இல்ல லெச்சு, வேணா சூடாக்கி குடுக்கறேன். ആന്റി അതിന് ചേച്ചി വാ തുറന്ന് എന്തായാലും മിണ്ടണ്ടേ? வா திறந்து ஒண்ணும் மிண்டலைனாலும் பரவாயில்ல, எழுதி குடுக்கலாம்ல. ആ, ഉച്ചക്കലത്തെ വെള്ളം കൂടി കഴിഞ്ഞു. ഇനി വൈകിട്ടേ ഉള്ളൂ. ഡാ, നീ ചോദിച്ചേ ഇന്ന് മൗനവ്രതം തീരുവോന്ന്. ചേച്ചി എങ്ങനെയാ ഇന്ന് മൗനവ്രതം തീരുവോ? നാളെ കൂടെ ഉണ്ടോ? നാളെ കൂടെ ഉണ്ടോ? നാളെ ഇല്ലേ? അപ്പൊ ഇന്ന് ഒന്നും ഉറപ്പില്ല, ചുമ്മാ കളിക്കല്ലേ. പറ, ഇന്ന് തീരുവോ നാളെ തീരുവോ? ഇങ്ങനെ തല കാട്ടിക്കൊണ്ട് നിന്നോ, ഇവിടുത്തെ കാര്യം ആകെ കഷ്ടത്തിലാവും. ഇതേ ഭക്തി മൂത്തിട്ടുള്ള വ്രതം ഒന്നും അല്ല, നമ്മളെ വെറുതെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വ്രതമാ. അതിനൊക്കെ ഇവിടെ ഉള്ളവർ മിടുക്കരാന്നല്ലോ. ഇങ്ങനെയാണെങ്കിലേ ഞാൻ 1 മാസം മൗനവ്രതം എടുക്കാൻ പോവാ. 1 മാസോ? ആ, 1 മണിക്കൂർ അമ്മൂമ്മക്ക് മൗനവ്രതം എടുക്കാൻ പറ്റത്തില്ല, പിന്നെ 1 മാസം. ഒന്ന് മിണ്ടായി വെച്ചേ. ഇവിടെ നിൽക്കുമ്പോ മാത്രമേ ഉള്ളൂ ഈ മൗനവ്രതവും ജപവും തപസ്സും ഒക്കെ. കുഴിപ്പളത്ത് നിൽക്കുമ്പോ ഇതൊന്നുമില്ല. എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്താൽ അമ്മൂമ്മയെ ഞാൻ വണ്ടി പിടിച്ച് നേരെ ചോനറത്തൊരിയിൽ കൊണ്ടാക്കും. ലച്ചേച്ചി, ലച്ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട്. എന്റെ പൊന്നു പറഞ്ഞേ, നമ്മുടെ ലച്ചേച്ചിയുടെ കാര്യം പറഞ്ഞ ഭയങ്കര കോമഡിയാണ്. ഓ ചേച്ചി ഇവിടെ മൗനവ്രതത്തിലാണ്. മൗനവ്രതം എന്തിനെന്നാ? അതെന്തിന്? ചേച്ചി പറയണത് ദേഷ്യം കൺട്രോൾ ചെയ്യാനെന്നൊക്കെയാണ്. സംഭവം വേറെ ഒന്നുമല്ല, ചേച്ചിയുടെ ഈ ചൊറിഞ്ഞ അളിഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയാണ്. ഓ ഈ ബാക്കിയുള്ളവരെ കുറ്റം പറയണ സ്വഭാവം ഇല്ലേ, അത് തന്നെ. 10 പേരെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചേച്ചിക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ലല്ലോ. ആ സ്വഭാവം ഒന്നും ഒരിക്കലും മാറാൻ മുള്ളെന്ന്. ശരി മറല്ലേ, ശരി ശരി ശരി, ഓക്കെ. ചേട്ടാ, ഇങ്ങനെ മൗനവ്രതം എടുത്തു കഴിഞ്ഞാലേ ദേഷ്യമൊക്കെ മാറുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാറുമെന്ന്. പിന്നെ ചിലവര് പറയുന്നത് കേൾക്കാം മൗനവ്രതം എടുത്താൽ ദേഷ്യവും സ്വഭാവത്തിനൊക്കെ മാറ്റം വരും എന്ന്. ചേച്ചിയുടെ കാര്യം നമുക്ക് നാളെ കണ്ടറിയാം. ചിലർക്കുള്ള സ്വഭാവം മാറത്തേ ഇല്ല, അത് ജന്മനാ കിട്ടുന്ന സ്വഭാവമായിരിക്കും. വേറെ ചിലരുണ്ട് അമ്മൂമ്മ, ജന്മനാ കിട്ടുന്ന സ്വഭാവവും വെറും കൂറ സ്വഭാവമായിരിക്കും, അതൊരിക്കലും മാറൂല. ബാക്കിയുള്ളവർക്ക് ആ സ്വഭാവം കൊണ്ട് കഷ്ടത മാത്രമേ കാണൂ. ചിലർക്ക് ദോഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, പിന്നെ ചുറ്റിപ്പറ്റിയുള്ള ചില സംഭവങ്ങളും കാണും. അതെ, ചുറ്റിപ്പറ്റി മൊത്തം അളിഞ്ഞ സംഭവമായിരിക്കും. நீங்க லெச்சுவ பத்தியா பேசிட்டு இருக்கீங்க? മൊത്തത്തിൽ പൊതുവേ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പൊതുവേ പറഞ്ഞു லெச்சுக்கு சின்ன சின்ன பிரச்சனை இருந்தாலும் அவ சுபாவம் அவ்வளோக்கா கெட்டதா எல்லாம் இல்ல. ഓ അപ്പോ കണ്ണാണ്ടി പറഞ്ഞു തരുന്നത് ബാക്കി വേളോക്ക് കെട്ടതാണ് അല്ലേ? அப்படி சொல்லல, நல்லதான், ஆனா கொஞ்சம் பிரச்சனை இருக்கு, அவ்வளவுதான். ആ കൊഞ്ചം പ്രശ്നം എന്റെ പൊന്നു കനകാന്റിയെ പ്രശ്നം. നമ്മൾ നോക്കുമ്പോ ചെറിയ പ്രശ്നമേ ഉള്ളൂ, പക്ഷെ മനസ്സിനകത്ത് മൊത്തം പ്രശ്നമായിരിക്കും. അവര് ഭയങ്കര പ്രശ്നമാ. അവരൊന്നും ഈ മൗനവ്രതം എടുത്തു കഴിഞ്ഞാൽ നന്നാവില്ല. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാലോ, നമ്മള് ഒരാൾ നന്നാവോ നന്നാവൂലേ അതൊരു കാര്യമൊക്കെ അവരുടെ. പക്ഷെ ഈ മൗനവ്രതമൊക്കെ എടുക്കുമ്പോ നമ്മൾ അവരെ ഫുള്ള് സപ്പോർട്ട് ചെയ്യണം അല്ലേ? വേണ്ടേ? അതെ അതെ. ചേച്ചി മൗനവ്രതം എടുത്തിട്ട്
നന്നായാ മതിയായിരുന്നു. ആദ്യം അഹങ്കാരം മാറണം, എന്നാലേ സ്വഭാവം മാറൂ. ഞാനിത് ലച്ചുവിനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല കേട്ടോ, ഏയ് പൊതുവേ അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതെ അതെ. പിന്നെ ഈ താൻ ഭയങ്കര വലിയ സംഭവമാണുള്ള പരിപാടിയുണ്ട്, അത് നിർത്തണം, എന്നാലും നന്നാവും. அம்மா உங்க குடும்பத்துல யாராச்சும் இந்த மாதிரி விரதம் எல்லாம் எடுத்துட்டு திருந்தினவங்க இருக்காங்களா? ഇരുന്നി വന്നോന്നൊക്കെ ചോദിച്ചാ ഇപ്പൊ ചിലരൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട്. സ്വഭാവമൊക്കെ മാറി വന്നാ കൊള്ളാം. മാറുമോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായേ. அது யாரம்மா? அம்மா பேராவது சொல்லுங்கம்மா. നിക്കാനാന്നോ പറഞ്ഞേ? പിന്നല്ലാതെ. அம்மா பேரு சொல்லுங்கம்மா. ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ കേട്ടോ? പേര് പേര് സൊല്ലു സൊല്ലു സൊല്ലെന്ന് പറഞ്ഞോണ്ട്. മിസ് എഴുതാൻ പോയത് പേര് ചൊല്ലാനല്ലേ ആന്റി പറഞ്ഞു. കേട്ടി പറയാന പേര് ചൊല്ലാനല്ലേ ആന്റി പറഞ്ഞത്. அம்மா അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളുണ്ട്. കുറച്ചുകൂടി. പേര് ചൊല്ലാനല്ലേ ആന്റി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളുണ്ട്. அது யாரு? ആ മാറിയ ആൾ മധുരയിൽ ഉള്ള ആളാണ്. மதுரையா? அப்படின்னா எனக்கு கண்டிப்பா தெரியும். ആന്റിയുടെ അച്ഛൻ ചൊക്കലിംഗം മാമ. என்னோட அப்பாவா? நீ அப்படின்னா என்னோட அப்பாவை சொன்னியா? വായിക്കാം. കുറെ നേരം കൊണ്ട് എല്ലാ എണ്ണവും കിടന്ന് ചൊറിയുകയാണല്ലോ. മെയിൻ ചൊറി അമ്മൂമ്മയാണ്. അമ്മൂമ്മക്ക് നന്നാവത്തോ? അമ്മൂമ്മ നന്നാവത്തുമില്ല, ബാക്കിയുള്ളവരെ ഒട്ടും നന്നാവാൻ സമ്മതിക്കത്തുമില്ല. അടുത്തത് നിന്നോട്, അടുത്തത് നിന്നോട്. നിനക്ക് എന്തിന്റെ കേടാടാ? നീ നിന്റെ മെർലിനോട് വിളിച്ച് എന്ത് തേങ്ങയാ പറഞ്ഞ്? എനിക്ക് 10 പേരെ കുറ്റം പറയാതെ കിടന്നുറങ്ങാൻ പറ്റൂലെന്നാ. അത് നീയാടാ. നിനക്കും നിന്റെ മെർലിനുള്ളതും ഞാൻ തരാം. എന്റെ ഈ വ്രതം ഒന്ന് കഴിഞ്ഞോട്ടെ. ആലവലാതി. ഓക്കെ, അപ്പം എല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടിയല്ലോ. എനിക്ക് കിട്ടിയില്ല. ഒരു പേപ്പർ അങ്ങോട്ട് കൊടുത്തേക്ക്. വേണ്ട പ്ലീസ്. ഉണ്ടായിരുന്നു. അയ്യോ സോറി. ഒരു കാര്യം ഞാൻ മര്യാദക്ക് പറഞ്ഞേക്കാം. ഇനി ആരെങ്കിലും എന്നെ ശല്യം ചെയ്യാൻ വന്ന കുത്തു കുത്തു